ഇന്നൊരു അടിപൊളി കോട്ടയം സ്റ്റൈൽ മീൻകറിയാണേ. നല്ല മുളകിട്ട മീൻകറി, നല്ല കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി മീൻകറിയാണേ. അതിനായിട്ട് ചട്ടി ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് കടുകും 1 ടീസ്പൂണ് ഉലുവയും പൊട്ടിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാവേ. ഇതിൽ ഉള്ളി സവാള ഒന്നും ചേർക്കണ്ട കേട്ടോ. പച്ചമുളക് അങ്ങനെയുള്ളൊരു സാധനവും ചേർക്കണ്ട. നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നിറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴമ്പ് രൂപത്തിൽ കുഴച്ചെടുക്കണവേ. ഇനി ഇതാണ് നമ്മൾ എണ്ണയിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ മുളക് പൊടി കുഴച്ച് ചേർക്കുമ്പോഴത്തേക്കും നല്ല കളറും ഉണ്ടാവും കറിക്ക്, അതുപോലെ കരിഞ്ഞു പോകുകയില്ല കേട്ടോ. നന്നായിട്ടൊന്ന് എണ്ണ തെളിയുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വിട്ട് വരുമ്പോൾ ചട്ടിയിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് നല്ല പാകത്തിന് കിട്ടും കേട്ടോ. അതെ ഇതുപോലെ അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുക്കാവേ. കുടംപുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയ ശേഷം തിളച്ച് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാവേ. ഞാനിപ്പോൾ നെയ്മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാവേ. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് പതുക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ഇറക്കാൻ നേരമാകുമ്പോൾ കുറച്ച് ഉലുവയുടെ പൊടിയും നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ തൂവി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഇത്. തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ്. നമ്മൾ ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, കേടായി ഒന്നും പോകില്ല. നമ്മൾ ഉള്ളിയൊന്നും വൈകിട്ട് ചേർത്തിട്ടില്ല. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ.